गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै ശ്രീഗുരവേ നമഃ. പുട്ടപർത്തിയിലെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുൻ മേധാവി ഡോക്ടർ നരോത്തം മഹാരാജ് അൽറേജ മുൻപ് മുംബൈയിലെ JJ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഭഗവാൻ സത്യസായി ബാബ അദ്ദേഹത്തെ ഒരു പോലീസ് കേസിൽ നിന്നും അത്യത്ഭുതകരമായി രക്ഷിച്ചു. ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. 1970 ജൂൺ 2-ാം വാരത്തിൽ ഒരു കിണറ്റിൽ കണ്ട 45 വയസ്സ് പ്രായമുള്ള ജോസഫിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്താൻ ഒരിക്കൽ എന്നെ വിളിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞാൻ മരണകാരണം വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചതിനാൽ എന്നെഴുതി. ഓഗസ്റ്റ് മധ്യത്തിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർ വന്ന് മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതിനാൽ ഞാനും അദ്ദേഹവും കുഴപ്പത്തിലാകുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ സ്വയം നോക്കിക്കൊള്ളൂ, സമയം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പോലീസ് ഇൻസ്പെക്ടർ അറിയിച്ച പോലെ പോലീസ് കമ്മീഷണർ മിസ്റ്റർ ജോൺ ക്രോഫ്റ്റും പോലീസ് സർജൻ ഡോക്ടർ മജുംദറും ആശുപത്രിയിലെത്തി മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. മൃതദേഹം അടക്കം ചെയ്ത പള്ളിയിലെ സെമിത്തേരിയിലേക്ക് ഞങ്ങൾ പോയി. പുരോഹിതൻ ചാർട്ട് കാണിക്കുകയും കല്ലറ തുറന്ന ശവപ്പെട്ടിയെടുത്ത് തുറന്ന സ്ഥലത്ത് വയ്ക്കുകയും ചെയ്തു. നിയമപ്രകാരം ഒരു പുതിയ പഞ്ചനാമ നടത്തേണ്ടതുണ്ടെന്ന് ഞാൻ മിസ്റ്റർ ജോൺ ക്രോഫ്റ്റിനോട് പറഞ്ഞു. മരണപ്പെട്ട ആളുടെ സഹോദരനോടും ബന്ധുക്കളോടും അവർ പരാതിപ്പെട്ട പരിക്കുകളും ഒടിവുകളും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ ശരീരം മറിച്ചിട്ട് നോക്കിയെങ്കിലും പരിക്കുകളോ ഒടിവുകളോ കണ്ടെത്തിയില്ല. തെറ്റായ ആരോപണം ഉന്നയിച്ചതിന് പോലീസ് കമ്മീഷണർ ബന്ധുക്കളെ ശാസിച്ചു. പോലീസ് സർജൻ ഡോക്ടർ മജുംദാർ എൻ്റെ മുമ്പത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പെടുത്ത് മരണകാരണം മുങ്ങിയതിനാൽ ശ്വാസം മുട്ടി മരിച്ചു എന്ന് എഴുതി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ കാറിലേക്ക് ഓടി അകത്തേക്ക് കയറി. ആദ്യം ഞാൻ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ഉള്ള പോലെ ശരീരം പുതിയതാണല്ലോ എന്ന് പെട്ടെന്ന് ഞാൻ അതിശയിച്ചു. അത് രാസപ്രക്രിയ കൊണ്ടോ അതോ മമ്മിഫിക്കേഷൻ കൊണ്ടോ ആയിരുന്നോ? ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് പോയി. ശവപ്പെട്ടിക്ക് മുകളിലുള്ള അടപ്പ് മാറ്റാൻ അവരോട് പറഞ്ഞു. എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ശരീരത്തിന് പകരം അഴുകിച്ചീഞ്ഞ മാംസമാണ് എനിക്ക് കാണാൻ പറ്റിയത്. തുടർന്ന് അടുത്ത തവണ ഞാൻ സ്വാമിയെ കണ്ടപ്പോൾ ഈ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ അവിടുത്തോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ സത്യനിഷ്ഠയും നല്ല പേരും കാത്തുസൂക്ഷിക്കുന്നതിനായി ഞാൻ 2 മാസക്കാലം മൃതദേഹം അഴുകാതെ സൂക്ഷിച്ചു. ഭഗവാന്റെ 80-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ശ്രീ സത്യസായി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ട്രിബ്യൂട്ട് എന്ന പ്രത്യേക സുവനീറിലെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നിന്നെടുത്തത്.